ന്യൂസ് 18 ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ കർണാടകയിലെ മാധ്യമങ്ങൾ പോലും തൊടാൻ ഭയന്ന ഒരു കേസ്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മേഖല, ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന പ്രദേശം. പിന്നീട് KV ബൈജു ഉൾപ്പെടെയുള്ള, KP അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ KV ബൈജു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു, വക്കീൽ നോട്ടീസ് അയക്കുന്നു. അങ്ങനെ കേസ്, ഈ വാർത്ത പോലും ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നതാണ്. KV ബൈജുവിലേക്ക്. ബൈജു, ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ സ്പോട്ട് ലൈവിൽ ഞാൻ ബൈജുവിനോട് ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായും പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ വല്ല മാനസിക വിഭ്രാന്തി കാരണം പറഞ്ഞ ഒരു കഥ, ഒരു നുണക്കഥയായിരിക്കുമോ എന്ന് പോലും സംശയം തോന്നി. കാരണം സ്വാഭാവികമായും നമ്മൾക്ക് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഒരുപക്ഷെ അങ്ങനെ സംശയിച്ചിരിക്കണം. പക്ഷേ 3-ാം ദിവസത്തെ 6-ാം പോയിന്റിലെ പരിശോധനയ്ക്ക് കടന്നപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇയാൾ പറഞ്ഞത് അത് സത്യമാണെന്ന് ഇപ്പോൾ തെളിയുന്നു. ഇനി കൂടുതൽ ഇതിൻ്റെ പരിശോധന ഊർജിതമായി തന്നെ നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഇത്, ഈ പരിശോധനയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? കാരണം അങ്ങനെ JCBക്കോ അങ്ങനെ മറ്റ് യന്ത്ര സംവിധാനങ്ങൾക്കോ അവിടെ കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള വനമേഖലയാണ്. ഈ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ബൈജു. ടോമെ, ഈ കാര്യത്തിൽ ഇതിന്റെ ആധികാരികത കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. കാരണം ഈ ശുചീകരണ തൊഴിലാളിയുമായി സംസാരിച്ച ഏക മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. മണിക്കൂറുകളോളം ഇയാൾക്കൊപ്പം ചെലവഴിച്ചിട്ടുണ്ട്. ഇയാളെ നമ്മൾ പേരിട്ടത് ഭീമ എന്നാണ്. കാരണം ഇയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു സംഭവം, ഇതെല്ലാം പുറത്തു വരുന്നതുവരെ തനിക്ക് ജീവിച്ചിരിക്കണം, തന്റെ ജീവന് ഭീഷണിയുണ്ട്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ മണിക്കൂറുകളോളം ഇയാളുമായി സംസാരിച്ചിരുന്നു അന്ന് ഇവിടെ എത്തിയപ്പോൾ. ഇയാളുടെ വാക്കുകളിൽ വലിയ തോതിലുള്ള വിശ്വസനീയമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു വാർത്താ പരമ്പര നമ്മൾ ആരംഭിക്കുന്നതും കൃത്യമായ വിവരങ്ങൾ ഇയാളോട് ചോദിക്കുന്നതും. അപ്പോഴും അയാൾ പങ്കുവെച്ച പല കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഒരു പക്ഷേ ഇതിന്റെ രഹസ്യാത്മകത അത് സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇദ്ദേഹം വെളിപ്പെടുത്തിയത് നമ്മൾക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ അത് ഇരകളുടെ ശബ്ദമായും ആക്ഷൻ കമ്മിറ്റിയുടെ ശബ്ദമായും നിരന്തരം നമ്മൾ എത്തിച്ചുകൊണ്ടേയിരുന്നു. അത് ഏറ്റവും ഒടുവിലായി ദേശീയ മാധ്യമങ്ങൾക്ക് വരെ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു. അതോടുകൂടിയാണ് ഇതിന്റെ അന്വേഷണത്തിന് വേഗത വന്നതെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഏകദേശം എല്ലാ മാധ്യമങ്ങളും, ദേശീയ തലത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇവിടെ കാണാം. കേരളത്തിലെ എല്ലാ മലയാളം ചാനലുകളും ഇവിടെ കാണാം. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് ആളുകളുടെ ഇത്തരത്തിലുള്ള സങ്കടങ്ങളുണ്ട്, അവരുടെ ആഗ്രഹങ്ങളുണ്ട്. അവസാനമായി തങ്ങളുടെ മക്കളുടെ അന്ത്യകർമ്മങ്ങളും ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഇത്തരം ഒരു സംഭവം ഒരു നാട്ടിലും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതിന് കുറ്റക്കാരായവരെ ശിക്ഷിക്കണമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ ഇവിടെ നമ്മൾ കണ്ടു. മലയാളികളെ കണ്ടു, പുറത്തു നിന്നും വന്ന ഇവിടെ ടൂറിസ്റ്റുകളായി വന്നവരെ കണ്ടു. അതാണ് ഈ സുജാത ഭട്ടിന്റെ കാര്യം. അങ്ങനെയാണ്. അന്യ ഭട്ട് ഇവിടെ ഒരു സ്ഥലം കാണാൻ വന്നതാണ്. അവർ ഒരു മണിപ്പാലിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവിടെ ഇനി എത്ര പേർ ഇങ്ങനെ കാണാതായിട്ടുണ്ട്. അത് ഈ ശുചീകരണ തൊഴിലാളി എന്നോട് നേരിട്ട് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇവിടെ വന്ന് ഇത്തരത്തിൽ ഒളിച്ചോട്ടമൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ്. അധികവും ആളുകളും ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്തിയവർ ഇവിടെ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പേരുണ്ട്. ഇയാൾ പറയുന്നതനുസരിച്ച് അന്ന് എന്നോട് വ്യക്തമാക്കിയിരുന്നത് കേരളീയ വസ്ത്രത്തിൽ, പാവാടിയും നമ്മുടെ കേരളീയ വസ്ത്രം ധരിച്ചുള്ള ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ട് മൃതദേഹമായി ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്നാണ്. അത് ക്രൂരമായ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. പല മൃതദേഹങ്ങളും ഒരേപോലെ ബലാത്സംഗത്തിനിരയായെന്നാണ് പറയുന്നത്. ചിലത് ഡീസൽ ഒഴിച്ച് കത്തിച്ചവയുണ്ട്. അതോടൊപ്പം മുഖമൊക്കെ വികൃതമാക്കി ഈ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ നിലയിലും മൃതദേഹം വരെ ഇയാൾക്ക് ലഭിച്ചതാണ്. പിന്നീട് ഇയാൾക്ക് ഇവിടെ നിന്നും തന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് തന്നെ ദുരനുഭവം നേരിട്ടപ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നു, ഇവിടുന്ന് പലായനം ചെയ്യുന്നു. പിന്നീട് ഇയാൾക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എന്നാണ് അദ്ദേഹം ഈ ഒരു പരാതിയിൽ തന്നെ പറഞ്ഞിരുന്നത്. എന്നോട് നേരിട്ടും അത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലെ ആ തീഷ്ണത ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പല വസ്തുതകളുമുണ്ട്. അന്ന് തന്നെ തോന്നിയിരുന്നു. ആക്ഷൻ കമ്മിറ്റി ജയന്തായാലും നമ്മോട് നേരത്തെ ആക്ഷൻ കമ്മിറ്റി ജയന്ത് ഇന്ന് രാവിലെ നമ്മോട് സംസാരിച്ചതേ ഉള്ളൂ. അദ്ദേഹവും പല കാര്യങ്ങളും ഇവിടുത്തെ നടക്കുന്ന പല കാര്യങ്ങളും പറയുമ്പോഴും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നമുക്കൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത സിനിമാ കഥകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംഭവവികാസങ്ങൾ. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൈക്കോ കില്ലർ ഇവിടെ ഉണ്ട്. ഇവർക്ക് ഈ ചുവട് പിടിക്കുന്ന ഒരുപാട് ഗ്യാങ്ങുകളുണ്ട്. അത് നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. നമ്മളെ പോലും ഭീഷണിപ്പെടുത്തിയതാണ്. നമ്മളെ ഫോട്ടോ നിരന്തരം ഓരോ സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വലിയ ഭീഷണി നേരിട്ട പ്രദേശമാണ്. പക്ഷേ ടോം, ഇപ്പോൾ അങ്ങനെയല്ല. ഏത് ഭാഗത്തും പോകാം, ഏത് സ്ഥലത്തും പോകാം എന്നൊരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു.
ആരാണ് ആ സൈക്കോ കൊലയാളി, ആരാണ് ഈ ക്രൂരകൃത്യം നടത്തിയത്, ആരൊക്കെയാണ് ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത്, തെളിവ് നശിപ്പിച്ചതിന് പിന്നിലൊക്കെ ഏതൊക്കെ കരങ്ങളുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ എന്തായാലും പുറത്തു വരേണ്ടതാണ്. ബൈജുവിലേക്കും KP അവിനാശിലേക്കും വരാം. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷിനൊപ്പം ആക്ഷൻ കമ്മിറ്റിയുടെ ചില അംഗങ്ങളുമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ധർമ്മസ്ഥലയിലെ ഈ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ധർമ്മസ്ഥലയിൽ നിരവധി മലയാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള സംശയങ്ങളും കഥകളൊക്കെ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ മലയാളികളും കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മലയാളികളും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായി ഇവിടെ ഇയാൾ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ വെളിപ്പെടുത്തൽ പോലെ അവിടെ ഒരു മൃതദേഹ അവശിഷ്ടം കണ്ടെത്തുന്നു, ഒരു അസ്ഥികൂടം കണ്ടെത്തുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ആക്ഷൻ കമ്മിറ്റിക്ക്? കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്തിയാൽ ഈ കുഴിച്ചു മൂടിയ സത്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമെന്ന് തന്നെയാണോ അവരുടെ പ്രതീക്ഷ? അനീഷ്. ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവിൻ്റെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ധർമ്മസ്ഥലയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു മലയാളിയായ പെൺകുട്ടിയുമായി സംസാരിച്ച് കുറച്ചു നേരം ഇരിക്കുന്നു. അതിനുശേഷം അവർ ബംഗളൂരുവിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഇരുവരും ഒരു സീറ്റിലിരുന്നാണ് യാത്ര ചെയ്യുന്നത്. ഇതേ തുടർന്ന് യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചധികം ആളുകൾ സംഘം ചേർന്ന് എത്തുകയും ആ ബസ്സിനകത്ത് കയറി യുവാവിനെ പുറത്തേക്ക് പിടിച്ചിറക്കി കൊണ്ടുപോവുകയുമായിരുന്നു. യുവാവിൻ്റെ പേര് ചോദിക്കുന്നു, ആ യുവതിയുടെ പേര് ചോദിക്കുന്നു, ഒപ്പം രണ്ടുപേരുടെയും ഫോൺ നമ്പറുകൾ നോക്കുന്നു, പരസ്പരം വിളിച്ചിട്ടുണ്ടോ എന്ന് ഫോൺ പരിശോധിക്കുന്നു. യുവാവിൻ്റെ ആ ഫോണും ബാഗുമൊക്കെ ഇവർ എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാവുന്നു. പിന്നീട് ആ യുവാവ് ഒരു കാട്ടിലാണ് ആ രാത്രി താമസിക്കുകയും പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് ആ യുവാവ് ബംഗളൂരുവിൽ ഈ കുട്ടി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി തിരക്കിയപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെപ്പറ്റി ഉള്ള വിവരങ്ങൾ അവർ നൽകുന്നില്ല. അതിൻ്റെ HR വിഭാഗം നൽകുന്നില്ല. അവർ പറയുന്നു ധർമ്മസ്ഥലം ഒരു മോശം സ്ഥലമാണ്, ഈ അന്വേഷണവുമായി അധികം മുന്നോട്ട് പോവേണ്ടതില്ല എന്ന് പറയുന്നു. പിന്നീട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നുവെങ്കിലും ഈ ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ട് തന്നെ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് അവർ പറയുന്നു. അങ്ങനെ ആ കുട്ടിയെക്കുറിച്ചുള്ള പിന്നീട് വിവരങ്ങൾ ഇല്ലാതെ വരുന്നു. യുവാവ് ക്രൂരമായ മർദ്ദനമേൽക്കുന്നു. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ ആക്ഷൻ കൗൺസിലിനാണ്, ഈ ആക്ഷൻ കമ്മിറ്റി കോഴിക്കോട് രൂപീകരിച്ചിട്ടുണ്ട്, കേരളത്തിലെ ആക്ഷൻ കമ്മിറ്റി, അവർക്കാണ് ആ വിവരങ്ങൾ കിട്ടിയ അതിൻ്റെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ഈ ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് മൂന്നോളം കേരളത്തിൽ നിന്നുള്ള മൂന്നോളം കേസുകൾ നമ്മളടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്വന്തം സഹോദരനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അതുമായിട്ട് അന്വേഷിച്ച് ചെന്ന സമയത്ത് ഒരുപാട് മൃതദേഹങ്ങൾ കാട്ടിൽ കണ്ടു എന്നതിനെക്കുറിച്ച് സഹോദരന് കിട്ടിയ അക്രമങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ വേറെ ഒരാൾ നമ്മളോട് പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ താമരശ്ശേരിയിലൊരു യുവാവ് അവിടെ ജോലി